വൈകാരിക നിമിഷങ്ങളിലൂടെ, അങ്ങേയറ്റം വികാര നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് അവിടെ. തങ്ങളുടെ മക്കളുടെ ചേതനയേറ്റ ശരീരം കണ്ട് പൊട്ടിക്കരയുകയാണ് പലരും. ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ വൈകാരിക വായ്പകളോടെ അവിടെയുണ്ട്. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം അവിടുത്തെ വൈകാരിക നിമിഷങ്ങൾ എങ്ങനെയാണ്. ശരണ്യ നേരിട്ടത് കാണുന്ന വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് ശരണ്യ നമുക്കത് അറിയിക്കാനാവുക? അതീവ ദുഃഖകരം എന്ന് തന്നെ പറയാം സഹിതം. കാരണം ഓരോ വിദ്യാർത്ഥികളും കണ്ണീരോടെയാണ് അവരുടെ സഹപ്രവർത്തകർക്ക് യാത്ര മൊഴി നൽകുന്നത്. വളരെ കുറഞ്ഞ സമയത്ത് തന്നെ ഒന്ന് കണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ. കുട്ടികളെ ഒന്ന് ഒരു നോക്ക് കണ്ട് അവിടുന്ന് കടന്നു പോകാൻ മാത്രമേ ഓരോ സഹപ്രവർത്തകർക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ ഭൗതിക ശരീരത്തോടൊപ്പം, കുട്ടികളുടെ മൃതദേഹത്തോടൊപ്പം ഇവിടെ ഉണ്ട്. ഒപ്പം മന്ത്രിമാരായ സജി ചെറിയാനും പി പ്രസാദും ഉൾപ്പെടെയുള്ള ആളുകളും ഉണ്ട്. 1.5 മാസം മുമ്പ് വളരെ പ്രതീക്ഷയോടെ പഠിക്കാനായി രക്ഷകർത്താക്കൾ പറഞ്ഞയച്ച മക്കളാണ്. അവർക്ക് ഇങ്ങനെയൊരു വിടവാങ്ങുന്നത്, ഇങ്ങനെയൊരു യാത്രയിപ്പോൾ അത് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കുന്നു എന്നുള്ളതാണ്. പല രക്ഷകർത്താക്കളും എത്തിയിട്ടും അവരുടെ മാതാപിതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അവരുടെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന 5 വിദ്യാർത്ഥികൾ അവർക്കാണ് ഇത്തരമൊരു യാത്രയയപ്പിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സഹപാഠികളായ വിദ്യാർത്ഥികൾ അവരെ ഒരു നോക്ക് കണ്ട് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ടി ഡി മെഡിക്കൽ കോളേജ് ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു യാത്രയപ്പ് ഒരിക്കൽ പോലും ടി ഡി മെഡിക്കൽ കോളേജ് കണ്ടിട്ടുണ്ടാവില്ല. ടി ഡിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയൊരു ഇത്രയധികം വിദ്യാർത്ഥികൾക്ക്, സുഹൃത്തുക്കളായ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക്, അവർക്ക് ഇങ്ങനെ ഇത്രയധികം കുട്ടികൾ ഒരുമിച്ച് യാത്ര പറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഓരോ വീടിൻ്റെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേറി എത്തിയ മക്കളാണ്. അവരാണ് ഇങ്ങനെയൊരു യാത്ര മൊഴി നൽകി ഇവിടെ നിന്ന് പോകേണ്ടി വന്നത്. ഇന്നലെയും ഈ ക്യാമ്പസിൽ പഠിച്ച് നടന്ന വിദ്യാർത്ഥികൾ, ഈ ക്യാമ്പസുകളിൽ, ഈ വരാന്തകളിലൂടെ നടന്നു നീങ്ങിയവർ, അവർ ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി നിശ്ചലമായി ഈ ക്യാമ്പസിൽ കിടക്കുന്ന കാഴ്ച അത് ഹൃദയഭേദകം എന്ന് തന്നെ നമുക്ക് പറയാം. അത് തീർത്തും ഹൃദയഭേദകമായ കാഴ്ച തന്നെയാണ്. വലിയ ആഘാതമുണ്ടാക്കിയ ഒരു സംഭവം എന്ന് തന്നെ പറയാം. ആലപ്പുഴയെ സംബന്ധിച്ചും അതങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ കളറുകോട് ഇത്രയും വലിയൊരു അപകടത്തിന് ഇതുവരെ ഇങ്ങനെ സാക്ഷിയായിട്ടില്ല. അത്ര വലിയ ഒരു അപകടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഗവർണർ ഉൾപ്പെടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 12:30 അദ്ദേഹം എത്തിച്ചേരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആളുകൾ, ഒരുപാട് വിദ്യാർത്ഥികൾ, നാട്ടുകാർ ഒക്കെ ഈ കുഞ്ഞുങ്ങളെ, മക്കളെ അവസാനമായി കാണാനായി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോലീസിൻ്റെ നിയന്ത്രണവും ഉണ്ട്. ഒരുപക്ഷെ ഇന്നലെ മുതൽ മാധ്യമങ്ങളിലൂടെയുമൊക്കെ ഈ സംഭവങ്ങൾ ആളുകളിലേക്ക് എത്തുകയും അതൊരു വലിയ ഞെട്ടലായി ഓരോ ആളുകളിലേക്കും മാറുകയും ചെയ്തു. ഇത്തരത്തിൽ ഉള്ള ഓരോ അമ്മമാരും ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞ് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. പരസ്പരം ആശ്വസിപ്പിക്കാനും ഒക്കെ അവർ എത്തുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾക്കാണ് വലിയ ആഘാതം സൃഷ്ടിച്ചിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന, ഇന്നലെ അപകടത്തിൽപ്പെട്ട് കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആ അപകടത്തിന് ശേഷം സംസാരിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഷെയ്ൻ വലിയ ട്രോമയിലാണ്. ഷെയ്ൻ മാത്രമാണ് പരിക്കുകളില്ലാതെ അത്ഭുതകരമായ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഷെയ്ൻ പോലും ഒന്നും സംസാരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. 3 മാതാപിതാക്കൾ ഇവിടെ ട്രോമ കെയറിൽ ഉണ്ട് എന്നും വ്യക്തമാക്കുന്നു. അത്രയ്ക്ക് തളർത്തിക്കളഞ്ഞ ഒരു വലിയ അപകടം എന്ന് നമുക്ക് ഇതിനെ പറയാം. ഒരുപക്ഷെ ഇങ്ങനെയൊരു സംഭവം ഇനി ടി ഡി മെഡിക്കൽ കോളേജിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. എന്തായാലും ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ്. പാലക്കാട് സ്വദേശി ശ്രീദീപ് വത്സിൻ്റെയും ഒപ്പം ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ്
മലപ്പുറം സ്വദേശി ദേവാനന്ദ് 5 മിടുക്കന്മാരായ ഈ കലാലയത്തിലെ വിദ്യാർത്ഥികൾ അവർ ഈ ക്യാമ്പസിന് അതീവ ദുഃഖം നൽകുന്ന ഓർമ്മകൾ നൽകി അവർ ഈ ക്യാമ്പസിനോട് വിട വാങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യരിലും ആ ഒരു ദുഃഖം നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പലർക്കും അംഗീകരിക്കാൻ പോലും, സഹപ്രവർത്തകർക്ക് ആർക്കും അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം ഇന്നലെ പരീക്ഷയും മറ്റുമായി ഈ ക്യാമ്പസിലൂടെ നടന്ന വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിൻ്റെ ഭാഗമായി പുതുതായി എത്തി ഈ ക്യാമ്പസിനോട് പരിചയപ്പെട്ട് തുടങ്ങുന്ന 1.5 മാസം മുമ്പ് ഈ ക്യാമ്പസിനോട് പരിചയപ്പെട്ട് തുടങ്ങിയ വിദ്യാർത്ഥികൾ അവരാണ് ഇങ്ങനെ ഈ രീതിയിൽ ആ ക്യാമ്പസിലേക്ക് പൂർണ്ണമായി ലയിക്കുന്നതിന് മുമ്പ് തന്നെ അവർ വളരെ വേഗത്തിൽ ധൃതിപ്പെട്ട് യാത്ര പറഞ്ഞതുപോലെയാകുന്നു സാഹചര്യം. അത്ഭുതകരം എന്ന് പറയേണ്ടത് ഇതിനകത്തൊരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് അപകടാവസ്ഥയെ തരണം ചെയ്യാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള എല്ലാവരും തന്നെ ഗുരുതരമായി പരിക്കേൽക്കുന്നു. 11 അംഗ സംഘമാണ് ഇന്നലെ ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്നും പുറത്ത് അവർക്ക് ക്യാമ്പസിന് പുറത്ത് താമസിക്കുന്ന വിദ്യാർത്ഥികളും ഇത്തരത്തിൽ സിനിമ കാണുന്നതിനായി, ചലച്ചിത്രം കാണുന്നതിനായി ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടത്. നല്ല മഴയുള്ള സാഹചര്യമായിരുന്നു, നല്ല ഇരുള് മൂടിയ അന്തരീക്ഷമായിരുന്നു.